സർക്കാർ തന്നെ സ്വന്തം പ്രജകളെ കൊല്ലാനും കൊല്ലാതിരിക്കാനും രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ പല സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളത് അപസർപ്പ കഥകളായിട്ട് സിനിമയിലൊക്കെ വരും. പക്ഷേ ശരിക്കും നടക്കുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? ഈ സംശയങ്ങളിൽ നിന്ന് ഒരു കൃത്യമായി വരികയാണ്. ഈ 2019 ഈസ്റ്റർ ബോംബിംഗ് നടക്കുമ്പോൾ ശ്രീലങ്കയിൽ 6 സ്ഥലങ്ങളിലാണ് ബോംബിംഗ് ഉണ്ടാകുന്നത്. 3 പള്ളികളിലും 3 ഹോട്ടലുകളിൽ രാവിലെ സമയത്താണ്. ആ സമയത്ത് മലേഷ്യയിൽ ശ്രീലങ്കയുടെ എംബസിയിലെ മിലിറ്ററി അറ്റാഷെ ആയിരുന്ന ഒരു മനുഷ്യനാണ്. അന്ന് അയാൾ ബ്രിഗേഡിയറാണ്. ആ ബ്രിഗേഡിയറുടെ പേര് ഞാൻ വിട്ടു, സലാസി അങ്ങനെ എന്തോ ആണ് ആ പേര്. ആ മനുഷ്യൻ ഇതിന് ആസൂത്രണം വഹിച്ചൊന്നും മാത്രമല്ല, ഈ സ്ഫോടനം നടത്തിയ ആളുകളെ നേരിട്ട് പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉദ്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ 2019 ഈ സ്ഫോടനം നടക്കുന്നു, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് വേണ്ടി ഈ രാജ്യത്ത് മൊത്തം കുഴപ്പമാണെന്ന് അവർ തീർക്കാനും അയാൾ ജയിക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു. അയാൾ ജയിക്കുകയും ചെയ്തു. ഇത് ഭരണകൂടം, നേരത്തെ പറഞ്ഞ ഭരണകൂടം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്നും നമ്മുടെ പുറകിലിരുന്നും അദൃശ്യമായി എവിടേക്കോ ഇരുന്നിട്ട് ആരെയൊക്കെയോ വെച്ച് ചെയ്യിപ്പിക്കുന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ ജനങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ശ്രീലങ്ക മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഇങ്ങനെ ചെയ്യാൻ ശക്തിയുള്ള, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് 10 നമുക്ക് എന്ത് ഉപകാരം എന്നുള്ളത് 10 രീതിയിൽ ആലോചിക്കുന്ന സംവിധാനങ്ങളുള്ള ഒരു 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 സാധനമാണ് ഭരണകൂടം. ഡീപ് സ്റ്റേറ്റ്. ഒരു ഭരണകൂടം അങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിപ്പോൾ നടത്തിയ തീവ്രവാദികളാണോ അല്ലയോ? 2 ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയുന്നു. എന്താ കാരണം? അപ്പോൾ പറയുന്നു അത് ന്യൂസിലാൻഡിൽ 2 മുസ്ലിം പള്ളികളിൽ 2019 മാർച്ചിലുണ്ടായ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളത് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അന്വേഷിച്ച് പോകുമ്പോൾ 2019 ജനുവരിയിൽ തന്നെ ശ്രീലങ്കയിലെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ആയുധങ്ങളും സ്ഫോടനങ്ങളും സംഭരിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ന്യൂസിലൻഡ് കഥ ശരിയാവുന്നില്ല. അപ്പോൾ പിന്നെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു അന്നത്തെ ഒരു ബ്രിഗേഡിയർ, മിലിറ്ററി അറ്റാഷെ ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണെന്ന് പറയുന്നു. അതിനുശേഷം ഇയാൾ ശ്രീലങ്കയിലെ അവരുടെ ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ മേധാവിയായി മാറുന്നു. ആദ്യമായിട്ടാണ് അവിടെ ഒരു സിവിലിയൻ ഇൻ്റലിജൻസ് സംവിധാനത്തിൽ ഒരു പട്ടാളക്കാരൻ എൻ്റെ തലപ്പത്തേക്ക് വരുന്നു. വലിയ കക്ഷിയാകുന്നു. പുതിയ സർക്കാർ 2024 കലാപത്തിന് പുതിയ സർക്കാർ വരുമ്പോഴാണ് എൻക്വയറി വരുന്നത്. ഇപ്പോൾ ആശാനകത്താകുന്നത്. 279 ആളുകൾ മരിച്ച, 46 വിദേശികൾ ഉൾപ്പെടെ 279 ആളുകൾ മരിച്ച, 500 പേർക്ക് പരിക്കേറ്റ ഒരു സംവിധാനം, അത് ചെയ്യാൻ ഭരണകൂടത്തിനകത്തിരിക്കുന്ന ഒരാൾ തന്നെ തീരുമാനിച്ച ഒരു കഥയാണ് നമ്മൾ ഈ പറയുന്നത്.